2025 സെപ്റ്റംബറിൽ ഞാൻ കൈലാസ യാത്ര ചെയ്തപ്പോൾ എൻ്റെ ഫോണിൽ പകർത്തിയെടുത്ത കുറച്ച് ചിത്രങ്ങളും വീഡിയോകളുമാണ്. ഇത് കൈലാസ യാത്രയെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. 2 മാസം മുന്നേ ജൂലൈയിൽ ഞാൻ കാഠ്മണ്ഡുവിൽ കൈലാസ യാത്രയ്ക്ക് വേണ്ട തയ്യാറെടുപ്പിൽ എത്തിയിരുന്നതാണ്. ആ സമയത്താണ് ചൈനയിൽ ഫ്ലഡ് ഉണ്ടായതും എൻ്റെ വിസ പ്രോസസ്സിങ് നടക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ എനിക്ക് യാത്ര തുടരാൻ പറ്റാതെ 7-8 ദിവസം കാഠ്മണ്ഡുവിൽ താമസിച്ച് തിരികെ നാട്ടിലേക്ക് പോരേണ്ടി വന്നത്. ഇതെൻ്റെ കൈലാസ യാത്രയ്ക്ക് വേണ്ടിയുള്ള 2ാമത്തെ വരവാണ്. കഴിഞ്ഞ യാത്രയിൽ തിരികെ പോയ ആശ ചേച്ചിയും ഹരിച്ചേട്ടനും ഞാനും കൂടിയാണ് ഈ യാത്രയ്ക്കായിട്ട് വീണ്ടും കാഠ്മണ്ഡുവിലെത്തിയത്. തലേ ദിവസം തന്നെ അടുത്ത 10-13 ദിവസത്തേക്കുള്ള സാധന സാമഗ്രികളെല്ലാം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏജൻസി തന്നെ നമുക്കൊരു ബാഗ് നമ്മളെ ഏൽപ്പിക്കുക. അതിന് ഡഫിൾ ബാഗ് എന്നാണ് പറയുന്നത്. ഈ ബാഗിന് ഒരു നമ്പർ ഉണ്ടാവും. ഈ നമ്പർ വെച്ചിട്ടായിരിക്കും നമ്മൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ റൂമിൽ നമ്മുടെ സാധനങ്ങൾ എത്തിച്ചു തരുന്നത്. ഈ സാധനങ്ങൾ നമ്മളൊരിക്കലും നമ്മുടെ ബസ്സിലായിരിക്കത്തില്ല കൊണ്ടുപോകുന്നത്. അതിനുവേണ്ടി അവരുടെ ഒരു ട്രക്ക് ഉണ്ടാവും. ആ ട്രക്കിലാണ് നമ്മുടെ യാത്രയിലുടനീളം നമ്മുടെ മുഴുവൻ ലഗേജും അവർ കൃത്യമായ സ്ഥലത്ത് നമുക്ക് എത്തിച്ചു തരുന്നത്. അങ്ങനെ 54 പേരടങ്ങുന്ന സംഘം ഞങ്ങൾ 3 വാഹനങ്ങളിലായിട്ട് യാത്ര തുടങ്ങി. ആദ്യത്തെ ദിവസം മുഴുവൻ നേപ്പാളിൽ കൂടെ മാത്രമായിരുന്നു ഈ യാത്ര. നല്ല മഴയുള്ള സമയമായിരുന്നു. 2 ദിവസം മുന്നുണ്ടായ മഴയിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി നമ്മൾ പോകുന്ന റോഡിൻ്റെ കുറേ ഭാഗം ഒഴുകിപ്പോയി. അപ്പം നമ്മൾ പോയ ബസ് അവിടെ കൊണ്ട് നിർത്തിയിട്ട് നമ്മൾ ആ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ ഭാഗത്തൂടെ കുറേ അധികം ദൂരം നമുക്ക് ഇറങ്ങി നടക്കേണ്ടി വന്നു. റോഡൊന്നും ഇല്ലായിരുന്നു അവിടെ. അങ്ങനെ അവിടെ നിന്ന് നടന്ന് നമ്മൾ അപ്പുറത്തെത്തുമ്പം അവരവിടെ നമുക്ക് വേറെ വാഹനം അറേഞ്ച് ചെയ്തു തന്നു. ആ വാഹനത്തിനാണ് നമ്മൾ മുമ്പോട്ട് യാത്ര പോയത്. അന്ന് ദിവസം നമ്മൾ മുന്നോട്ട് ചെയ്യുന്ന താത്തോപാനി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളന്ന് സ്റ്റേ ചെയ്തത്. അടുത്ത ദിവസം രാവിലെയുള്ള നമ്മുടെ യാത്ര ചൈന ബോർഡറിലേക്കായിരുന്നു. എമിഗ്രേഷൻ ക്ലിയറൻസ് അവിടെയായിരുന്നു. ആ യാത്രയും വഴിയിലെല്ലാം ലാൻഡ് സ്ലൈഡ് ഉണ്ടായി കുറേ അധികം ദൂരം നമ്മൾ അങ്ങനെ തന്നെ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ കുറേ ട്രക്കിങ്ങിന് സമാനമായ രീതിയിൽ നമുക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. അവിടെ ഒരു പിക്കപ്പ് വാനാണ് അവർ റെഡിയാക്കി തന്നത്. ആ പിക്കപ്പ് വാനിനകത്തൊക്കെയാണ് നമ്മൾ എമിഗ്രേഷൻ ഓഫീസിന് അതിൻ്റെ ബോർഡർ വരെ നമ്മൾ എത്തിയത്. അങ്ങനെ എമിഗ്രേഷൻ ക്ലിയറൻസിന് വേണ്ടി നീണ്ട ഒരു ക്യൂവിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഓഫീസിൻ്റെ തൊട്ട് മുമ്പിലെത്തിയപ്പം കുറേ വിദേശികളടങ്ങിയൊരു സംഘം വന്നു. അവരെ മുന്നിലേക്ക് കയറ്റി വിടാനായിരുന്നു പിന്നെ അതിനകത്ത് നിന്ന് ഓരോ ഓഫീസർമാരും തിടുക്കം കാട്ടിയത്. എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇന്ത്യക്കാർ അങ്ങോട്ട് ചെല്ലുന്നതിനോട് വലിയ താല്പര്യമുള്ളതായിട്ട് തോന്നിയില്ല. കാരണം ഞങ്ങൾ 54 പേരുള്ള ടീമിൽ ഒരു 3/4% ആളുകൾ അകത്ത് കയറിപ്പോയിരുന്നു. ബാക്കിയുള്ള ഞങ്ങളെ പുറകിലേക്ക് മാറ്റി നിർത്തി പിന്നാലെ വന്ന ടീമിനെ കയറ്റി വിടാനുള്ള ഒരു വ്യഗ്രതയാണ് അവർ കാണിച്ചത്. പിന്നെ നമ്മളെ കൊണ്ടുപോകുന്ന ടിബറ്റൻ ഏജൻസിയിലെ അംഗങ്ങൾക്ക് അവിടെ കുറച്ച് പിടിപാടുള്ളത് കൊണ്ടാണ് അവർ അതിനനുവദിക്കാതെ ഞങ്ങളെ അകത്തേക്ക് കയറ്റിവിട്ടത്. ഇനി അങ്ങോട്ട് നമ്മൾ ടിബറ്റിൻ്റെ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. ഈ ബസ്സിനകത്തെല്ലാം ഓക്സിജൻ സിലിണ്ടറും കരുതിയിട്ടുണ്ട്. ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പം നമുക്ക് ഓക്സിജൻ്റെ പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് വാഹനങ്ങളിൽ സഹിതം അവർ അതിനുള്ള കരുതൽ എടുത്തു വെച്ചിട്ടുണ്ട്. യാത്ര തുടങ്ങി 1-2 മണിക്കൂറോളം ദൂരം നമ്മൾ യാത്ര ചെയ്യുന്നത് നിറയെ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉള്ള വലിയ വനഭൂമി പോലെയുള്ള ഏരിയയിലൂടെയാണ്. അതങ്ങോട്ട് കഴിയുമ്പോൾ വൃക്ഷങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങും. പിന്നെ അങ്ങോട്ട് വൃക്ഷങ്ങൾ ഇല്ലാതാകും. പിന്നെ നമ്മൾ കാണുന്നത് മുഴുവൻ മലമടക്കുകൾ മാത്രമാണ്. അത് മൊട്ടക്കുന്ന് പോലെയുള്ള സ്ഥലങ്ങൾ. ചില ഭാഗത്തൊക്കെ പുല്ലുകളൊക്കെ ഉണങ്ങിത്തുടങ്ങി. അങ്ങനെ വൃക്ഷങ്ങളൊന്നും ഇല്ലാതെ ഉള്ള കുറേ ഭാഗങ്ങളാണ് പിന്നെ അങ്ങോട്ട്. പീഠഭൂമിയുടെ ആ ഒരു തുടർച്ച അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. അന്നത്തെ ദിവസം നമ്മൾ ചെന്നെത്തുന്നത് ന്യാലം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ന്യാലത്തെത്തി ബസ്സിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് തണുപ്പ് നല്ലതായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. കൊണ്ട് ജാക്കറ്റ് ഉപയോഗിക്കേണ്ടത്ര തണുപ്പ് എത്തി തുടങ്ങിയിരുന്നു. പിന്നെ വന്ന പലർക്കും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങി. കാരണം ഓക്സിജൻ്റെ കുറവ് കൊണ്ടായിരിക്കാം എല്ലാവർക്കും പല തലവേദനയും ഛർദിലും വയറിന് പ്രശ്നങ്ങളും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഓരോരുത്തരെ അലട്ടാൻ തുടങ്ങി. പ്രഭാത ഭക്ഷണത്തോടൊപ്പം അവരതുകൊണ്ട് ഡയമോക്സ് ഗുളികയും കൂടെ എല്ലാവർക്കും വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടുള്ള യാത്രയിൽ ശരിക്കും എതിർവശത്ത് നിന്ന് വണ്ടികളൊന്നും അധികം വരുന്നുണ്ടായിരുന്നില്ല. എപ്പോഴും അങ്ങനെയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് യാത്ര ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ അനുഭവം അത്. ഞാൻ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിൽ തന്നെയാണ് ഇരുന്നിരുന്നത്. യാത്രയിൽ കാഴ്ചകൾ കാണാനുള്ള ആ ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ മുൻവശത്തെ സീറ്റ് തന്നെ ആദ്യമേ കയറി സെലക്ട് ചെയ്തിരുന്നത്. മണിക്കൂറുകളോളം നീണ്ട ടിബറ്റൻ പീഠഭൂമിയിലൂടെയുള്ള യാത്ര ബ്രഹ്മപുത്രയ്ക്ക് കുറുകെയുള്ള ഒരു പാലം കടന്ന് ഞങ്ങൾ സാഗയിലെത്തി. ഓക്സിജൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ശരീരവുമായിട്ട് പൊരുത്തപ്പെടുത്താൻ വേണ്ടിയിട്ട് അടുത്ത ദിവസം നമ്മൾ സാഗയിലാണ് താമസിക്കുന്നത്. നമ്മളെ റൂമിൽ ഇരിക്കരുതെന്നും പുറത്തിറങ്ങി നടക്കണമെന്നായിരുന്നു അവർ തന്ന നമുക്ക് നിർദ്ദേശം. സാഗ അത്യാവശ്യം നല്ലൊരു ടൗണാണ്. പിന്നെ അങ്ങോട്ടുള്ള യാത്രയ്ക്ക് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമുക്ക് ലാസ്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഒരേ ഒരു സ്ഥലവുമാണത്. അവിടുന്ന് ഞങ്ങൾ
ഓക്സിജനൊക്കെ നമ്മൾ ഒരു ബോട്ടിൽ നമ്മൾ വാങ്ങി കയ്യിൽ കരുതിയിരുന്നു. അടുത്ത ദിവസം നമ്മുടെ ലക്ഷ്യം മാനസ സരസായിരുന്നു. മാനസ സരസിൻ്റെ അടുത്ത് എത്തുമ്പോൾ തൊട്ട് മുമ്പായിട്ട് നമുക്ക് കൈലാസം കാണാൻ പറ്റും. ആ കൈലാസം കാണുമ്പം ഉണ്ടായ ഒരു വികാരം അതെങ്ങനെയാണ് നിങ്ങളോട് പറഞ്ഞറിയിക്കേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല. നമ്മൾ അവിടെ ചെല്ലുന്നു, നമ്മളെ പോയി യാത്ര ചെയ്തുകൊണ്ടിരുന്ന ബസ് അവിടെ നമ്മൾ ഇറങ്ങി അടുത്ത ബസ്സിൽ നമ്മൾ കയറുന്നു. ഇനി അങ്ങോട്ട് ആ ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ആ ബസ് നമ്മളെയും കൊണ്ട് മാനസ സരസിൻ്റെ ഏതെങ്കിലും സേഫായൊരു തീരത്ത് നമ്മളെ കൊണ്ടുപോകും. അവിടെ നമ്മളെ ഇറക്കും. അവിടെ ഇറങ്ങുമ്പോൾ നമുക്ക് കൈയും കാലും മുഖമൊക്കെ കഴുകി നമുക്ക് കൊണ്ടുപോയ പാത്രങ്ങളിലൊക്കെ ജലം ശേഖരിച്ച് ഞാൻ അവിടുന്ന് കുറച്ച് പാറകഷ്ണങ്ങളൊക്കെ എടുത്ത് ഉള്ളം പാറകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തു തിരിച്ച് നമ്മൾ ബസ്സിൽ കയറി. ആ ബസ്സിൽ കയറി ആ ബസ് മാനസ സരസിൽ നമ്മൾ പ്രദക്ഷിണം വയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ പോകുന്ന വഴിക്കാണ് നമ്മൾ മറ്റൊന്ന് കാണുന്നത്. രാക്ഷസ താൽ എന്ന് പറയും. രാക്ഷസ താൽ എന്ന് പറഞ്ഞാൽ മാനസ സരസിനെ നമ്മൾ എന്താണോ കണ്ടത് അതിൻ്റെ നേരെ വിപരീതമാണ്. മാനസ സരസിലെ ശുദ്ധജലമാണെന്നുണ്ടെങ്കിൽ രാക്ഷസ താലിലേത് ഉപ്പ് ജലമാണ്. അതിനകത്ത് ജീവജാലങ്ങളൊന്നും വസിക്കുന്നില്ല. അപ്പം അതായത് ശരിക്കും കൈലാസത്തിലെ നെഗറ്റീവും പോസിറ്റീവാണ് മാനസ സരസും രാക്ഷസ്ഥാലും. അങ്ങനെ നമ്മൾ അവിടുന്ന് യാത്ര ചെയ്ത് മാനസ സരസ് തന്നോട് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു താമസ സ്ഥലത്തേക്കാണ് നമ്മൾ എത്തുന്നത്. അന്ന് രാത്രി നമ്മൾ അവിടെയാണ് താമസിക്കുന്നത്. മാനസ സരസിൽ നമുക്ക് കുളിക്കാനുള്ള അനുവാദം ഇപ്പം ചൈന തരുന്നില്ല. പകരം അവർ രാവിലെ തന്നെ അവർ പ്രത്യേകമായി സജ്ജീകരിച്ചൊരു ടെൻ്റുണ്ട്. അതിനുള്ളിൽ മാനസ സരസിൽ നിന്നുള്ള വെള്ളം മോട്ടർ വെച്ച് അടിച്ച് അതാണ് നമുക്ക് കുളിക്കാൻ വേണ്ടി അവർ തരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് മാനസ സരസിലെ വെള്ളത്തിനകത്താണ് നമ്മളവിടെ രാവിലെ കുളിച്ചിട്ടാണ് അവിടെ നിന്നാണ് അടുത്ത ദിവസത്തേക്കുള്ള യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയാൽ ദാർച്ചൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ എത്തുന്നത്. ദാർച്ചനിലാണ് നമ്മൾ അന്ന് സ്റ്റേ ചെയ്യുന്നത്. പക്ഷേ ദാർച്ചനിലെത്തിയാൽ നമുക്ക് പോകാൻ പറ്റുന്ന മറ്റൊരു സ്ഥലമുണ്ട്. കൈലാസ പരിക്രമ ചെയ്യുമ്പം നമുക്ക് കാണാൻ പറ്റാത്ത കൈലാസത്തിൻ്റെ ഒരു ഭാഗമുണ്ട്. അതിനാണ് നമ്മൾ അഷ്ടപദ് എന്ന് പറയുന്നത്. അഷ്ടപദിലേക്ക് പോകാൻ അതിന് പ്രത്യേക ലൈസൻസോ പെർമിറ്റോ എന്തോ ആവശ്യമുണ്ട്. അത് അവർ നമുക്ക് സജ്ജീകരിച്ച് തരും. ഞങ്ങൾ യാത്ര ചെയ്തെത്തിയതിൽ കുറച്ച് പേര് അവിടുന്ന് അഷ്ടപദിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പെർമിഷൻ ചോദിച്ചു. നമുക്ക് അഷ്ടപദിൽ പോയി കാണാൻ പറ്റി. അതായത് കൈലാസ പർവ്വതത്തിൻ്റെ തെക്കേ മുഖമാണ്. അവിടെയാണ് നമുക്ക് പോയാൽ നന്ദി പർവ്വതവും നമുക്ക് കാണാൻ പറ്റുന്നത് അവിടെ നിന്ന് മാത്രമേ ഉള്ളൂ. അവിടെ തന്നെ ഒരു ബുദ്ധിസ്റ്റിൻ്റെ ഒരു മൊണാസ്ട്രി ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അന്ന് പോയി അന്ന് രാത്രിയിൽ വന്ന് നമ്മൾ വീണ്ടും ദാർച്ചനിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നു. അടുത്ത ദിവസമാണ് നമ്മുടെ കൈലാസ പരിക്രമ തുടങ്ങുന്നത്. അടുത്ത ദിവസം രാവിലെ നമുക്ക് ബസ് വന്നു. ബസ്സിൽ കയറി നമ്മൾ ദാർച്ചനിൽ നിന്ന് യമദ്വാർ വരെ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. അവിടെ വന്ന് ഇറങ്ങി അവിടുന്ന് നമ്മൾ യമദ്വാറിന് പ്രദക്ഷിണം വെച്ച് അവിടെ നിന്നാണ് നമ്മൾ കൈലാസ പരിക്രമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് കൈലാസ പരിക്രമയ്ക്ക് നമുക്ക് വേണ്ടത് 3 ദിവസമാണ്. അപ്പോൾ എൻ്റെ ബാഗ് എടുക്കാൻ വേണ്ടി ഞാനൊരു പോർട്ടറെ എടുത്തിരുന്നു. പോർട്ടർക്ക് 1200 രൂപയായിരുന്നു അന്നായത്. നടന്ന് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് കുതിരയെ അവിടെ അവർ അറേഞ്ച് ചെയ്ത് തരും. അതിന് നേരത്തെ ബുക്ക് ചെയ്യുന്ന എന്തൊക്കെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് അതിൻ്റെ റേറ്റ് എത്രയാണെന്നൊന്നും അറിയില്ല. യമദ്വാര കടന്നിറങ്ങുമ്പോൾ തന്നെ ദൂരെ കൈലാസത്തിൻ്റെ നല്ലൊരു രൂപം നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പോയ സമയത്ത് തിരിച്ചെത്തുന്നവരെയും ഒരിക്കൽ പോലും കൈലാസം ഒരു നിമിഷം പോലും ഒരു കാർമേഘം കൊണ്ടുപോലും മൂടി ഞങ്ങൾക്ക് കാഴ്ചയിൽ നിന്ന് മാറി നിന്നില്ല. അത്രയ്ക്ക് നല്ല വ്യൂ ആയിരുന്നു തിരിച്ചെത്തുന്നവരെ പോയ ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയത്. അപ്പം 12 കിലോമീറ്ററാണ് നമ്മൾ ആദ്യത്തെ ദിവസത്തെ നമ്മൾ കൈലാസത്തിൻ്റെ വടക്കുന്നാഥ സങ്കല്പമായ ദിറാപൂക്കിൽ എത്താനെടുക്കുന്ന ദൂരം. അത്രയും ദൂരം നടക്കുമ്പം നമുക്ക് വേഗത്തിൽ നടക്കാൻ സാധിക്കില്ല. ഓക്സിജൻ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ വളരെ വേഗത കുറച്ച് മാത്രമേ നടക്കുകയുള്ളൂ. ആ പോകുന്ന വഴിയിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വെള്ളം കുറേശ്ശെ കുടിക്കണം. ഓക്സിജൻ കുറഞ്ഞു പോയാൽ നമ്മുടെ എനർജി നമുക്ക് നഷ്ടപ്പെടും. അടുത്ത ദിവസത്തേക്കുള്ള നമ്മുടെ യാത്ര നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതായി പോകും. ഓക്സിജൻ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ അവർ അടുത്ത ദിവസം ഡോൾമാല പാസ് വഴിയുള്ള യാത്ര നമുക്ക് അനുവദിക്കത്തില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ പതിയെ നടന്നിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാമറ വെച്ച് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ നിന്നുകൊണ്ട് കുറേ സമയം എനിക്ക് അതിനു വേണ്ടി എടുക്കേണ്ടി വന്നു. മുന്നോട്ട് നടന്നു പോകുമ്പോൾ തൊട്ടടുത്തായിട്ട് കൈലാസത്തിൻ്റെ പശ്ചിമ മുഖം നമുക്ക് കാണാം. നമ്മുടെ തൊട്ടടുത്തായിരിക്കും. അത് നമ്മൾ നടന്ന് വീണ്ടും മുന്നോട്ട് പോയൊരു ടീ പോയിൻ്റ് ഉണ്ട്. അവിടെ ഇരുന്ന് നമ്മൾ പൊതിഞ്ഞു കൊണ്ടുവന്ന ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും നടക്കും. നടന്ന് മുന്നോട്ട് പോകുമ്പം
ശരിക്കും ഈ പോകുന്ന വഴിയുടെ എൻഡ് എവിടെയാണെന്നുള്ളത് നമ്മുടെ നോട്ടം. കാരണം അതിങ്ങനെ മുന്നിൽ നീണ്ടു നിവർന്ന് കിടക്കുക. കുറേ ദൂരം ചെന്ന് കഴിയുമ്പം ഒരു നദി ഒഴുകുന്നുണ്ട്. സത്യത്തിൽ ആ നദി കടന്ന് ഇറങ്ങി ഞാൻ അതെടുത്ത് എൻ്റെ കണ്ണും മുഖവും ഒക്കെ കഴുകി വീണ്ടും നടന്ന് മുകളിലേക്ക് കയറി ചെന്ന് കഴിയുമ്പോഴാണ് എൻ്റെ കൂടെ വന്ന് പോർട്ടർ പറയുന്നത്, അമ്മ വലതുവശത്തേക്ക് നോക്കാൻ. സത്യം അങ്ങോട്ട് നോക്കിയപ്പം കൈലാസം എന്താ പറയുക, നമ്മുടെ മനസ്സിലിരിക്കുന്ന വടക്കുന്നാഥ സങ്കല്പത്തിലുള്ള കൈലാസം നമ്മുടെ കയ്യെത്തും ദൂരത്തിരിക്കുന്ന പോലെ. അയ്യോ, അതെനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല അതെങ്ങനെയായിരുന്നു അന്നേരം അത് കണ്ടപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ മാനസികാവസ്ഥ. അത് ഓരോരുത്തർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണോ അതാണ് കൈലാസം തരുന്നത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ നമ്മുടെ മനസ്സിലെ ഭക്തി വെച്ചും നമ്മൾ ചിന്തിക്കുന്ന ഓരോന്ന് വെച്ചും നമ്മൾ കൈലാസത്തെ എന്ത് സങ്കല്പിച്ചു പോകുന്നോ അതായിരിക്കും കൈലാസം ഒരുപക്ഷെ ഈ കാണുന്ന കാഴ്ചക്കാർക്ക് കൊടുത്തത്. എൻ്റെ മാത്രം ഒരു കൺസെപ്റ്റാണ്, ഞാൻ മറ്റുള്ളവരോടൊന്നും ചോദിച്ചിട്ട് പറഞ്ഞല്ല. എന്തായാലും എൻ്റെ ക്യാമറ എനിക്ക് അവിടെ ഒന്ന് സമർപ്പിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ കൊണ്ടുവച്ചു. അത് കൈലാസത്തിന് മുകളിൽ ഭഗവാന്റെ മുമ്പിൽ അത് സമർപ്പിച്ചു. അവിടെ നിന്ന് ഞാൻ നടന്ന് ശരിക്കും ദറാപൂക്കിലോട്ട് നടന്നു പോകുമായിരുന്നു. നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ ദറാപൂക്കിൽ നമ്മൾ താമസിക്കുന്ന ആ കെട്ടിടത്തിൻ്റെ മുൻവശത്ത് കൈലാസം ഇങ്ങനെ നമ്മുടെ മുമ്പിൽ നിൽക്കുക. എന്താ പറയേണ്ടത്, നെഞ്ചു വിരിച്ച് നിൽക്കുക എന്ന് പറയത്തില്ലേ, എന്ന് പറയുന്നത് തോന്നുന്നൊരു ഫീലാണ് ശരിക്കും. അത്രയ്ക്ക് അത് നമുക്കൊരാളോട് പറഞ്ഞ് അറിയിക്കാൻ പറ്റാതെ കിട്ടുന്ന ഒരു അനുഭൂതിയൊക്കെയാണ് കൈലാസത്തിൻ്റെ ആ നോർത്ത് ഫേസിൽ ചെല്ലുമ്പോൾ എനിക്കുണ്ടായത്. ഞാൻ ശരിക്കും റൂമിലെത്തുമ്പം ഏകദേശം എല്ലാവരും എത്തി. വളരെ കുറച്ച് പേര് മാത്രമേ എത്താനുണ്ടായിരുന്നുള്ളൂ. ഞാൻ നല്ല ടയേർഡായിരുന്നു. എനിക്കാണെങ്കിൽ ഓക്സിജൻ ലെവൽ നോക്കിയപ്പം ഇത്തിരി കുറവായി തുടങ്ങി. അത് മാക്സിമം റെസ്റ്റ് എടുക്കാതെ അടുത്ത ദിവസം യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പായി. കാരണം അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ടാസ്ക്കാണ് ഡോൾമാല പാസ്. അത് 24 കിലോമീറ്ററോ മറ്റോ ഉണ്ട്. 8600 മീറ്റർ ഹൈറ്റൊക്കെയുള്ള ഒരു വലിയ മലയാണ്. നമ്മളത് മഞ്ഞുമലയാണ്. നമ്മളത് ക്രോസ് ചെയ്യണം. അത് ക്രോസ് ചെയ്താലേ നമുക്ക് അതിൻ്റെ അടുത്ത പോയിന്റിലെത്താൻ പറ്റുള്ളൂ. നമുക്ക് അതിൻ്റെ അകത്ത് ഇടയ്ക്ക് വെച്ച് ക്വിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമല്ല. കാരണം തിരിച്ചു വരാൻ പറ്റില്ല, മുന്നോട്ട് മാത്രമേ യാത്ര ചെയ്യാൻ പറ്റൂ. ആദ്യത്തെ 1 മണിക്കൂർ വരെ അവർ പറയും തിരിച്ചു വരണമെങ്കിൽ ഇറങ്ങിക്കോ. പക്ഷേ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുന്നോട്ട് മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കവിടെ വേറെ ഷെൽട്ടറുകളോ ഒന്നുമില്ല. രാവിലെ 5 മണിക്ക് യാത്ര പുറപ്പെടണം. 54 പേരിലാകെ 16 പേര് മാത്രമേ മുന്നോട്ടുള്ള യാത്ര തീരുമാനിച്ചിട്ടുള്ളൂ. അതിൽ പകുതി പേരെ നടന്നു പോകാനുള്ളൂ, പകുതി പേര് കുതിരപ്പുറത്തും. അപ്പോൾ എനിക്ക് ഒരു മലയാളിയായൊരു കൂട്ടുകാരിയെ ആ യാത്രയിൽ കിട്ടി, ദീപ്തി എന്ന് പറഞ്ഞിട്ട്. ദീപ്തി തിരുവനന്തപുരംകാരിയാണ്. ഇപ്പോൾ താമസിക്കുന്നത് ശരിക്കും ഡൽഹിയിലാണ്. അപ്പം ഞാൻ ദീപ്തിയായിട്ട് നടക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വെളുപ്പിനെ 5 മണിക്ക് ഞങ്ങൾ യാത്ര തുടങ്ങി. യാത്രയിൽ ഒരു 2-3 മണിക്കൂറൊക്കെ കഴിച്ചപ്പം ശരിക്കും മനസ്സ് പറഞ്ഞു തുടങ്ങി ഇത് വേണമായിരുന്നു. കാരണം അത്രയ്ക്ക് ടഫായിരുന്നു യാത്രയെല്ലാം. വേണമായിരുന്നോ എന്ന് പോലും മനസ്സ് ചോദിച്ചു തുടങ്ങി. പിന്നെയും അത് പൂർത്തിയാക്കണം. ഗൗരികുണ്ട് ഒക്കെ കാണണം. ഡോൾമാല പാസ് കവർ ചെയ്യണം. ഗൗരികുണ്ടിൽ നിന്ന് കുറച്ച് വെള്ളം. അപ്പോൾ എൻ്റെ പോർട്ടർ എന്നോട് പറഞ്ഞു ചെറിയൊരു തുക കൊടുക്കാമെങ്കിൽ ഗൗരികുണ്ടിൽ ഇറങ്ങി വെള്ളമെടുത്ത് ഞങ്ങൾക്ക് കൊണ്ട് തരാമെന്ന്. അങ്ങനെ ഞാനും ദീപ്തിയും കൂടെ ഞങ്ങളുടെ പോർട്ടറോട് സംസാരിച്ച് നേരത്തെ വെച്ചിരുന്നു. വെള്ളം എടുത്ത് തരാമെന്ന് ഞങ്ങൾക്കൊരു വാക്ക് തന്നിരുന്നു. അങ്ങനെ വളരെ ബുദ്ധിമുട്ടായ ഒരു ട്രക്കിംഗ് ആയിരുന്നു ഡോൾമാല പാസ്. എങ്കിലും അത് പൂർത്തീകരിക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗൗരികുണ്ടിൽ നിന്ന് ഞങ്ങൾക്ക് വെള്ളം എടുത്ത് തന്ന് എൻ്റെ പോർട്ടർ. കയറ്റത്തിനേക്കാൾ ഏറെ ഇറക്കമായിരുന്നു ഏറ്റവും പാട്. 4 മണിക്കൂറോളം എടുത്ത് ഇറങ്ങി ഞങ്ങൾ താഴെയെത്താൻ. അങ്ങനെ താഴെ എത്തി. അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ ദിവസത്തെ പോയിൻ്റായ സുദൂർപൂക്കിലെത്തുമ്പോൾ അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെ കൊണ്ടുപോയ ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ ഞങ്ങളോട് നിർദ്ദേശം വെച്ചു, ഇവിടെ മറ്റാരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് അവർക്കൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ 2 മണിക്കൂർ ദൂരമുള്ളത് നിങ്ങൾക്ക് ഞങ്ങൾ വണ്ടി അറേഞ്ച് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ആംബുലൻസാണ് അവിടെ സർവീസ് ചെയ്യുന്നത്. ആംബുലൻസിൽ ഞങ്ങൾ തിരിച്ച് തുടങ്ങി വെച്ച ദാർച്ചലിലേക്ക് ഞങ്ങൾ എത്തുമായിരുന്നു. കൈലാസം കാണേണ്ട ഒന്നാണ്, അത് അറിയേണ്ട ഒന്നാണ്. തൊട്ടറിയേണ്ടതും കണ്ടറിയേണ്ടതും അനുഭവിച്ചറിയേണ്ടതുമായ വലിയൊരു അത്ഭുതമാണത്.